ഇന്ത്യയിലെ തപാൽ സംവിധാനമായ എമിറേറ്റ്സ് പോസ്റ്റിന്റെ സേവനങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ദുബായ് ഭരണാധികാരിയുടെ ട്വീറ്റ്. കൗണ്ടറിന് മുന്നിൽ സേവനം കാത്തുനിൽക്കുന്നവരുടെ ചിത്രമടക്കം പങ്കുവച്ചാണ് ഷെയ്ഖ് മുഹമ്മദ് അതൃപ്തി പരസ്യമാക്കിയത്. എമിറേറ്റ്സ് പോസ്റ്റിന്റെ സേവനങ്ങളെക്കുറിച്ച് പഠിക്കാൻ രഹസ്യമായി നിയോഗിച്ച ഒരാൾ പകർത്തിയ ചിത്രമെന്ന് പരിചയപ്പെടുത്തിയാണ് സ്ഥാപനത്തിന്റെ ഒരു ശാഖയിലെ നീണ്ട ക്യൂവിന്റെ ചിത്രം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഔദ്യോഗിക ടിക്ടോക്ക് അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ഇത് നമുക്ക് ചേർന്ന നിലവാരവും സേവനവുമല്ല. ഈ നിലവാരത്തിലാണ് സേവനം തുടരുന്നതെങ്കിൽ അവർ തന്റെ സംഘത്തിന്റെ ഭാഗമായിരിക്കില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് താക്കീത് നൽകി. എമിറേറ്റ്സ് പോസ്റ്റ് സേവനങ്ങളുടെ നിലവാരം പരിശോധിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നു. ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് മോശം റിപ്പോർട്ടാണ് സംഘം നൽകിയത്. ഈ റിപ്പോർട്ട് കൂടി ട്വീറ്റ് ചെയ്ത ഭരണാധികാരി നടപടികളുടെ സുതാര്യത ഉറപ്പുവരുത്താനാണ് റിപ്പോർട്ട് പങ്കുവെക്കുന്നതെന്നും അറിയിച്ചു. മീഡിയ 1 ദുബായ്. വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ മൊബൈൽ ഉപഭോക്താക്കൾക്ക് UAE ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. അജ്ഞാതർ അയക്കുന്ന വെരിഫിക്കേഷൻ കോഡുകൾക്ക് മറുപടി നൽകേണ്ടതില്ലെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ആവശ്യപ്പെടുമ്പോൾ ലഭിക്കുന്ന കോഡ് വെരിഫിക്കേഷൻ മെസ്സേജുകൾക്കല്ലാതെ മറുപടി നൽകരുതെന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഇത്തരത്തിൽ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡുകൾ മറ്റൊരാൾക്കും കൈമാറാനും പാടില്ല. കോഡ് കൈമാറിയാൽ വാട്സ്ആപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാനെന്ന പേരിൽ വരുന്ന ലിങ്കുകളെയും അറ്റാച്ച്മെന്റുകളെയും കരുതിയിരിക്കണം. സംശയം തോന്നുന്ന ലിങ്കുകൾ തുറക്കുകയോ ഉപഭോക്താവിന്റെ വിവരങ്ങൾ കൈമാറുകയോ ചെയ്യരുത്. ഹാക്കർമാർ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇംഗ്ലീഷിനു പുറമെ ഫ്രഞ്ച് ഭാഷയിലും വെരിഫിക്കേഷൻ കോഡ് അയക്കുന്നുണ്ട്. ഇത്തരം വ്യാജ സന്ദേശങ്ങളെ കരുതിയിരിക്കണമെന്നും TRA അറിയിച്ചു. മീഡിയ 1 അബുദാബി. കുവൈറ്റിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുനഃപരിശോധനയ്ക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. സെക്യൂരിറ്റി സൂപ്പർവിഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിലാണ് ഗതാഗത വകുപ്പിന് കീഴിൽ പ്രത്യേക വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിച്ച് നിയമസാധുത ഉറപ്പാക്കലാണ് പുതിയ വകുപ്പിന്റെ പ്രധാന ഉത്തരവാദിത്വം. ലൈസൻസ് മരവിപ്പിച്ച കേസുകളുടെ ഫോളോ അപ്പിനായി വകുപ്പിന് കീഴിൽ ഏതാനും ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. ഉപാധികളോടെയാണ് നിലവിൽ വിദേശികൾക്ക് കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത്. ചുരുങ്ങിയത് 600 ദിനാർ ശമ്പളം, സർവകലാശാലാ ബിരുദം, 2 വർഷത്തിൽ കുറയാത്ത താമസം എന്നിവയാണ് ഉപാധികൾ. ചില തസ്തികകളിൽ ജോലി ചെയ്യുന്നതിന് ഉപാധി കൂടാതെ ലൈസൻസ് അനുവദിക്കാറുണ്ടെങ്കിലും ഇത്തരം തസ്തികകളിൽ നിന്ന് ജോലി മാറിയാൽ ലൈസൻസ് തിരിച്ചേൽപ്പിക്കണം. ഇങ്ങനെ ചെയ്യാത്തവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇനി മുതൽ സെക്യൂരിറ്റി സൂപ്പർവിഷൻ ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുക. കഴിഞ്ഞയാഴ്ച 1000-ലേറെ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഗതാഗത വകുപ്പ് മരവിപ്പിച്ചിരുന്നു. ലൈസൻസ് അനുവദനീയമല്ലാത്ത തസ്തികയിലേക്ക് ജോലി മാറിയവരുടേതിനൊപ്പം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നേടിയ ലൈസൻസുകളും റദ്ദു ചെയ്തിട്ടുണ്ട്. അനധികൃത രീതിയിൽ ലൈസൻസ് നൽകാൻ സഹായിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതിനും അധികൃതർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ട 2 ലക്ഷമാക്കി ഉയർത്തിയത് സൗദി ഹജ്ജ് മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇന്ത്യ സന്ദർശന വേളയിലായിരുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. 1,75,000 നേരത്തെയുണ്ടായിരുന്ന ഹജ്ജ് ക്വാട്ട. ഇതനുസരിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും സൗദിയുമായുള്ള വാർഷിക ഹജ്ജ് കരാറിന് അന്തിമ രൂപം നൽകുകയും വിശുദ്ധ സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്കാവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൗദി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ട 2 ലക്ഷമാക്കി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് സൗദി ഹജ്ജ് മന്ത്രാലയത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായത്. അന്നു മുതൽ അധികമായി വരുന്ന തീർത്ഥാടകർക്ക് കൂടി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ ജിദ്ദയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അധികമായി അനുവദിച്ച 25,000 തീർത്ഥാടകരിൽ 70% കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലും ബാക്കിയുള്ള 30% സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് കീഴിലുമാണ് വരിക. വിവിധ സംസ്ഥാനങ്ങളിലെ മുസ്ലിം ജനസംഖ്യാനുപാതമനുസരിച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാനങ്ങൾക്ക് ക്വാട്ട വീതിച്ചു നൽകിയിട്ടുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. UAE ജനതയുടെ ആരോഗ്യക്ഷേമം മുൻവർഷത്തേക്കാൾ ഉയർന്നതായി സർവേ ഫലം. 62.9 പോയിന്റുള്ള ആരോഗ്യക്ഷേമ സൂചിക ആഗോള ശരാശരിയേക്കാൾ മുകളിലാണ്. ആഗോളതലത്തിൽ ആരോഗ്യക്ഷേമത്തിൽ UAE 6ാം സ്ഥാനത്താണ്. ഹൃദയാരോഗ്യമാണ് പ്രധാന ഉത്കണ്ഠയായി UAE നിവാസികൾ നോക്കിക്കാണുന്നത്. അതിരക്തസമ്മർദ്ദം 2ാം സ്ഥാനത്തുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ്, രക്തസമ്മർദ്ദം പോലുള്ള ഹൃദയാരോഗ്യ സൂചികകളെക്കുറിച്ച് താമസക്കാർക്ക് ഏറെക്കുറെ ബോധ്യമുണ്ടെന്നും സർവേ വെളിപ്പെടുത്തുന്നു. 22% ആളുകൾ നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയാണ്. ഉറക്കമില്ലായ്മ, തെറ്റായ ഭക്ഷണ രീതികൾ എന്നിവയും വലിയ വെല്ലുവിളിയാണ്.
വ്യായാമത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതിലും കുറവ് വരുന്നുണ്ട്. നീണ്ട സമയം ജോലി ചെയ്യുന്നതും ജോലിസ്ഥലത്തെ ബന്ധങ്ങളും 91% ആളുകളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. സിഗ്ന കോർപ്പറേഷൻ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ട് ദുബൈ ഹെൽത്ത് അതോറിറ്റിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉപദേശകൻ ഡോക്ടർ സാലി അൽ ഹാഷ്മി, ഇൻഷുറൻസ് പോളിസി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ഫർഗാലി, നൂർ ബാങ്ക് കാര്യദർശി ഗെയിൽ സ്റ്റാൻലി, സിഗ്ന മിന സിഇഒ ജെറോം റോഷ് എന്നിവർ ചേർന്നാണ് പുറത്തിറക്കിയത്. തുടർന്ന് പാനൽ ചർച്ചയും നടന്നു. മീഡിയ 1 ദുബൈ. യുഎഇയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായ യൂണിയൻ കോ-ഓപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റുകൾ റമദാനിൽ വൻ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു. 4,00,000-ഓളം ഉൽപ്പന്നങ്ങൾക്ക് 90% വരെ വിലക്കുറവുണ്ടാകും. ചില ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിത നികുതിയിൽ ഇളവ് ചെയ്യാനും തീരുമാനമായി. റമദാനിൽ ഉപഭോക്താക്കൾക്ക് വിലക്കിഴിവ് ലഭ്യമാക്കാനായി 110 ദശലക്ഷം ദിർഹം യൂണിയൻ കോപ്പ് നീക്കിവെക്കുമെന്ന് സിഇഒ ഖാലിദ് ഹുമൈദ് ബിൻ ദിവാൻ അൽ ഫലാസി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 60 ദിവസമാണ് റമദാൻ വിലക്കിഴിവ് ലഭ്യമാക്കുക. 25 ലക്ഷം ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും. ഹാപ്പി ഡീൽ എന്ന പേരിൽ പരസ്യപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഈ കാലയളവിൽ വാറ്റ് സൗജന്യമായിരിക്കും. ഉമ്മുസുഖീം, അൽവാസൽ, അൽതവാർ ബ്രാഞ്ചുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. മറ്റു ശാഖകൾ രാവിലെ 6 മുതൽ പുലർച്ചെ 2 മണി വരെ തുറക്കും. പുതിയ ശാഖ നാദിൽ ഷിബയിൽ തുറക്കുമെന്നും സിഇഒ അറിയിച്ചു. It's extremely unique store, and also it's a medium size, so a lot of the older people, they will love to shop in it. www.unioncoop.ae എന്ന വെബ് സ്റ്റോർ മുഖേന 22,000 ഉൽപ്പന്നങ്ങൾ വീടുകളിലെത്തിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. യൂണിയൻ കോപ്പിന്റെ ലോഗോയും മറ്റും പരിഷ്കരിച്ചതായും അധികൃതർ അറിയിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ മജീറുദ്ദീൻ ഖാൻ, മീഡിയ മാനേജർ ഇമാദ് റാഷിദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. മലർവാടി ജിദ്ദ സൗത്ത് സോൺ സംഘടിപ്പിച്ച ബാലോത്സവം കുട്ടികൾക്ക് നവ്യാനുഭവമായി. ഒരുമിക്കാം, ഒത്തുകളിക്കാം എന്ന മുദ്രാവാക്യവുമായി നടന്ന പരിപാടിയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. പ്രവാസി കുട്ടികൾക്ക് പരിചിതമല്ലാത്ത നാടൻ കളികളാണ് ബാലോത്സവത്തിൽ മുഖ്യമായും ഒരുക്കിയിരുന്നത്. കുട്ടികളുടെ വൻ പങ്കാളിത്തം കൊണ്ടും മികച്ച ആസൂത്രണം കൊണ്ടും വേറിട്ട പരിപാടിയായിരുന്നു മലർവാടി ബാലോത്സവം. പഠന വിഷയങ്ങളിലും IT ഉപകരണങ്ങളിലും മാത്രം തളച്ചിടുന്ന പ്രവാസി ബാല്യങ്ങൾക്ക് അവരുടെ കലാകായിക സർഗാത്മക കഴിവുകൾ തിരിച്ചറിയാനുള്ള നല്ലൊരു അവസരമായി മാറി ബാലോത്സവം. കണ്ണാടി നോക്കി നടക്കൽ, സൂചിക്ക് നൂൽ കോർക്കൽ, പാലം കടക്കൽ, വള്ളിച്ചാട്ടം, നൂറാങ്കോൽ, കയറിൽ മുന്നേറൽ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഗെയിംസ് ഇനങ്ങൾ പ്രവാസി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുതിയ അനുഭവമായിരുന്നു. കുട്ടികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അവര് ഓരോ കൗണ്ടറിലും വ്യത്യസ്തമായ അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് അവിടെ പ്രൂവ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സ്കോർ കാർഡിൽ മാർക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഫലസ്തീൻ സ്ട്രീറ്റിൽ ദുറ കോമ്പൗണ്ടിൽ വെച്ച് നടന്ന ബാലോത്സവത്തിൽ 300-നടുത്ത് കുട്ടികൾ പങ്കെടുത്തു. മലർവാടി അവതരിപ്പിക്കുന്ന ഈ പരിപാടി കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്താനും അവർ റൂമിലിരുന്ന് ബോറടിച്ച് മുഷിഞ്ഞു കഴിയുന്ന അവസരത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. രക്ഷിതാക്കൾക്കായി സ്നേഹവീട് എന്ന തലക്കെട്ടിൽ പ്രത്യേക പാരന്റിംഗ് സെക്ഷനും ഉണ്ടായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയവർക്ക് പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു. മലർവാടി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെയാണ് ബാലോത്സവത്തിന് തിരശ്ശീല വീണത്. ഗഫൂർ കൊണ്ടോട്ടിക്കൊപ്പം സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. ദമാം തലശ്ശേരി മാഹി കൂട്ടായ്മ വാർഷികം സംഘടിപ്പിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി 4ാമത് TMCC ക്രിക്കറ്റ് ടൂർണമെന്റും ഒരുക്കിയിരുന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വനിതകളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങിലെത്തി. അംഗങ്ങളുടെ പെയിന്റിങ്ങുകളുടെയും കാലിഗ്രാഫിയുടെയും പ്രദർശനവും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കൾച്ചർ. തലശ്ശേരി മാഹി, ഞാൻ കണ്ണൂരാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൾച്ചർ ഗെറ്റ് ടുഗദർ തന്നെയായിരുന്നു ഇത്. ഇതിനു പുറമെ രുചിയൂറും മലബാർ വിഭവങ്ങളുടെ പ്രദർശനവും. തലശ്ശേരിക്കാർ മാത്രമല്ല പുറം നാട്ടുകാരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് വളരെയധികം ആശ്ചര്യത്തോടെയാണ് അവർ ഓരോന്ന് വാങ്ങിച്ചതോ കഴിച്ചതോ ഒക്കെ. ക്രിക്കറ്റ് ടൂർണമെന്റിൽ മാഹി സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി. വിജയികൾക്ക് ട്രോഫിയും പ്രൈസ് മണിയും വിതരണം ചെയ്തു. മുത്തു തലശ്ശേരി, ഷറഫ് താഴത്ത്, നിയാസ്, ഫാസിൽ ആദിരാജ, റിയാസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. ഗ്രന്ഥപുര ജിദ്ദയിൽ സംഘടിപ്പിച്ച കവിതയോരത്ത് എന്ന പരിപാടി ശ്രദ്ധേയമായി. കവിതാരചന മത്സരത്തിൽ വിജയികളായ അരുവി മോങ്ങം, സൈഫുദ്ദീൻ ഏലംകുളം, സുധീർ തൊട്ടിയൻ, സക്കീന ഓമശ്ശേരി എന്നിവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കവിതകളെക്കുറിച്ച് ഡോക്ടർ ഇസ്മായിൽ മരുതേരി സംസാരിച്ചു. കവികൾ തങ്ങളുടെ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. ഷാജു അത്താണിക്കൽ, ഫൈസൽ മമ്പാട്, അബ്ദുള്ള മുക്കണ്ണി തുടങ്ങിയവരും സംസാരിച്ചു. യൂത്ത് അസോസിയേഷൻ ഓഫ് സലാല സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഔഖത്ത് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന പരിപാടി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ മൻപ്രീത് സിംഗ് ഉദ്ഘാടനം ചെയ്തു.
യാസിദ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സലാലയിൽ നടത്തിക്കൊണ്ട് വരുന്ന ഒരു പദമാണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴും യാസിദ് നടത്താറുണ്ട്. ഇതേ വെന്യൂവിൽ വെച്ചിട്ട് തന്നെയാണ് നടത്താറുള്ളത്. മലയാളി സമൂഹത്തിന് വേണ്ടിയായിട്ട് മൊത്തത്തിൽ വേണ്ടി നടത്തുന്നതാണ്. ഇതിൽ വിവിധ തരത്തിലുള്ള ഇനങ്ങളുണ്ട്. അതിൽ 100 മീറ്റർ റേസ്, 200 മീറ്റർ, 1500, 400 മീറ്റർ ഉണ്ട്. ത്രൂ ഐറ്റംസ് ആയിട്ട് ഷോർട്ട് പുട്ടും ലോങ് ജമ്പും പോലുള്ള വിവിധ ഐറ്റംസ് ഉണ്ട്. വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും അവരുടേതായ മത്സരങ്ങൾ അവർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നടത്തുകയും ചെയ്യാറുണ്ട്. ഇതിന് വർഷങ്ങളായിട്ട് നമ്മൾ നടത്താറുണ്ട്. അതിൻ്റെ മലയാള സമൂഹത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് അതിന് നമുക്ക് ലഭിക്കുവാറുമുണ്ട്. 113 പോയിന്റ് നേടി വൈറ്റ് ഹൗസ് മീറ്റ് ചാമ്പ്യന്മാരായി. അബ്ദുൾ റാസിഖാണ് കായിക പ്രതിഭ. ഇപ്പോൾ പങ്കെടുത്ത ലോങ് ജമ്പിൽ ഫസ്റ്റ് കിട്ടി. ഇനിയിപ്പോൾ 100ഉം ഹൈ ജമ്പും ബാക്കിയുണ്ട്. അതിൽ പ്രതീക്ഷിക്കുന്നു. വനിതകൾക്കായി നടന്ന മത്സരങ്ങളിൽ സുഗി ശ്യാം കൂടുതൽ പോയിന്റ് നേടി. ലെമൺ സ്പൂണ്, ബോൾ പാസിംഗ്, വടംവലി, ഷോർട്ട് പുട്ട്, ഇതിനെല്ലാം പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആറമുണ്ടിത്താൻ, NK മോഹൻദാസ്, UP ശശീന്ദ്രൻ, G സലീം സെട്ട് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുസബ് ജമാൽ, അൻസാർ KP, സഫ്വത്ത് എന്നിവർ നേതൃത്വം നൽകി. സ്പോർട്സ് മീറ്റിൽ യുവാക്കളുടെയും വനിതകളുടെയും മുതിർന്നവരുടെയും വർദ്ധിത സാന്നിധ്യമാണ് ഉണ്ടായത്. പ്രവാസികളുടെ ശാരീരിക മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരം സ്പോർട്സ് മീറ്റുകൾക്ക് കാര്യമായ പങ്കാണുള്ളത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം K സലാഹുദ്ദീൻ, മീഡിയ 1 സലാല. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസത്തിലും മറുനാട്ടിൽ പ്രചാരണം സജീവമാക്കി ഒമാനിലെ KMCC പ്രവർത്തകർ. രാഹുൽ ഗാന്ധിക്ക് പിന്തുണ തേടി മസ്കത്തിലെ റുവി മാർക്കറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായ കുഞ്ഞാലിക്കുട്ടിയുടെയും ET മുഹമ്മദ് ബഷീറിന്റെയും ചിത്രമുള്ള പ്ലക്കാർഡുകളുമായാണ് KMCC പ്രവർത്തകർ ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചത്. റുവി KMCCയുടെ ആഭിമുഖ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വരുന്ന ഒരു മതേതര ഗവൺമെൻറ്റിന് വേണ്ടി രാപ്പകലിൽ അധ്വാനിക്കുമ്പോൾ റുവി KMCCയും അതിൻ്റെ കൂടെ കേരളത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും അതുപോലെ ഇവിടെ ഇന്ത്യക്കാരായ എല്ലാവരെയും കണ്ടിട്ട് രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പദ്ധതിയുമായി കേരളത്തിൽ നിന്ന് കലാശക്കൊട്ട് നടക്കുമ്പോൾ ആ ദിവസം തന്നെ തെരഞ്ഞെടുത്ത് മസ്കറ്റിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനും കേരളത്തിൽ UDFൻ്റെ വിജയം സുനിശ്ചിതമാക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. റുവി KMCC സെക്രട്ടറി അമീർ കാവനൂർ, ട്രഷറർ റഫീഖ്, സുലൈമാൻ കുട്ടി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 മസ്കത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചിട്ടും ചുവരെഴുത്തിന്റെ തിരക്കിലാണ് ദുബായിൽ പ്രവാസിയായ മുജീബ് റഹ്മാൻ. ഇത്തവണ പ്രചരണത്തിന് നാട്ടിൽ പോകാൻ കഴിയാത്തതിന്റെ വിഷമം ചുവരെഴുതി തീർക്കുകയാണ് ഈ തിരൂരങ്ങാടിക്കാരൻ. മുജീബ് തിരക്കിലാണ്. നാട്ടിലാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട ചുമരിൽ സ്ഥാനാർത്ഥിയുടെ പേരെഴുതി ചിഹ്നം വരച്ചാൽ മതി. പക്ഷെ ദുബൈയിൽ ഇന്ന് മാത്രമല്ല എന്നും നിശബ്ദ പ്രചരണമേ സാധിക്കൂ. അതുകൊണ്ട് ചുവരും കിണറുമെല്ലാം ഫ്ളാറ്റ് മുറിയിൽ സ്വന്തമായി ഉണ്ടാക്കി വേണം പ്രചരണം തുടങ്ങാൻ. 24 വർഷത്തെ പ്രവാസത്തിനിടെ ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പിനും മുജീബ് നാട്ടിലെത്താറുണ്ട് പ്രചാരണം കൊഴിപ്പിക്കാൻ. പക്ഷേ ഇത്തവണ നേരത്തെ ലീവ് എടുത്തപ്പോൾ കണക്കൊന്നു പാളി. ഈ സമയത്ത് ലീവ് കിട്ടിയില്ല. പക്ഷേ വളരെയധികം പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ നമ്മുടെ പങ്ക് എത്രത്തോളം ഇതിലുണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിൽ ഉറച്ച ലീഗ് അനുഭാവിയായതിനാൽ UDF ഘടകകക്ഷികളുടെ ചിഹ്നവും ബോർഡും മാത്രമേ മുജീബ് നിർമ്മിക്കൂ. പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആയതിനാൽ മനോഹരമായ വീടുകളും തീർക്കും. നിർമ്മിക്കുന്ന ചിഹ്നങ്ങളും ചുവരെഴുത്തുകളുമെല്ലാം പാർട്ടി അനുഭാവികൾ കൊണ്ടുപോകും. നല്ലൊരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ് തിരൂരങ്ങാടി ചുള്ളിപ്പാറ സ്വദേശിയായ മുജീബ്. വരയിൽ പ്രിയപ്പെട്ടവർ VSഉം ലീഡർ K കരുണാകരനും. മൊയ്നുദ്ദീനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.